നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത്. ഒരാളിലേക്ക് ആരോപിക്കുന്ന കുറ്റമോ ഇല്ലെങ്കിൽ അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നതോ അല്ല, ഗൗരവമായിട്ട് ഇതെടുക്കണം. ഇന്ന് മഹാക്ഷേത്രങ്ങളിൽ പല ദേശങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാർ വന്നു പോകുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രം, ഗുരുവായൂർ, ഇനി വടക്കുന്നാഥ ക്ഷേത്രം, ഏറ്റുമാനൂർ, ചോറ്റാനിക്കര, ശബരിമല, പല സ്ഥലത്തും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ ഒഴുകിയെത്തുകയാണ്. അവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ക്ഷേത്ര ജീവനക്കാർ ഒരുപാട് പേരുണ്ട്. മേൽശാന്തി മാത്രമൊന്നുമല്ല, മേൽശാന്തിമാരുണ്ട്, കീഴ്ശാന്തിമാരുണ്ട്, അവിടെ നാദസ്വരം വായിക്കുന്ന ആളുണ്ട്, കഴകക്കാരുണ്ട്, അവിടെയുള്ള മറ്റ് സ്റ്റാഫുകളുണ്ട്, ദേവസ്വം ബോർഡ് അംഗങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആൾക്കാരുണ്ട്, ഇല്ലെങ്കിൽ ആ സമൂഹത്തിൽ തന്നെ ആ ഗ്രാമത്തിലുള്ള ക്ഷേത്രത്തിൽ അവിടെ ക്ഷേത്രാചാരം നിലനിർത്തി പോരുന്ന മറ്റ് കമ്മിറ്റികളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ജീവനക്കാരെല്ലാം തന്നെ വരുന്ന ഭക്തൻ്റെ അടുത്ത് വിനയപൂർവം സംസാരിക്കണമെന്നുള്ളൊരു അപേക്ഷയാണ്. ഈ കഴിഞ്ഞ ദിവസം വളരെ പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രത്തിൽ പോകുവാനിടയായി. ഇത് കുറേ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്നു. എന്നിരുന്നാലും ആരെയും ബുദ്ധിമുട്ടിക്കാനോ വേദനിപ്പിക്കാനോ അല്ല ഇത്. അവിടെ ഒരു ഹിന്ദി സംസാരിക്കുന്ന ഒരു സ്ത്രീ വന്നു. അവിടെയുള്ള ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചു, പാനി കഹാ ഹേ എന്ന് ചോദിച്ചു. വെള്ളം എവിടെ കിട്ടും എന്നാണ് ചോദ്യം. അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ഹിന്ദിയിലാണ്, ഞാനത് മലയാളത്തിൽ തന്നെ പറയാം. കുടിക്കാനുള്ള വെള്ളം അപ്പുറത്തുണ്ട്, കൈ കഴുകണമെങ്കിൽ അവിടെ പോകണം എന്ന് ഒരു കർക്കശമല്ല, എന്താ പറയുക, ആ ടോൺ, പറയുന്നതിൻ്റെ ആ ഒരു ടോൺ നമ്മളെ മനസ്സിനെ ഇടിച്ചങ്ങ് താഴ്ത്തും. നമ്മളെന്തോ ഒരു അപരാധം ചെയ്തതുപോലെയുള്ള ഒരു സംസാരം. ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിച്ചു. വളരെ പതുക്കെ, ഒന്നും തോന്നരുത്, അദ്ദേഹം മാനസികമായിട്ട് പറഞ്ഞാൽ കേൾക്കുമെന്ന ഒരു തലത്തിലേക്ക് മനസ്സിനെ എത്തിച്ച ശേഷം അത്യധികമായിട്ട് വിനയപൂർവമായിട്ട്, കാരണം അയാൾ എന്നെ ചീത്ത വിളിക്കാനും സാധ്യതയുണ്ടല്ലോ. നമ്മളിങ്ങനെ ലോകം നന്നാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, നമുക്ക് ആരെയും നന്നാക്കാൻ പറ്റില്ല, നമ്മൾ തന്നെ സ്വയം നന്നാവണം. പക്ഷേ ഇത് പറയണമെന്ന് തോന്നി. അദ്ദേഹത്തിൻ്റെ ചെവിയിൽ മറ്റാരും കേൾക്കാതെ തന്നെ പതുക്കെ പറഞ്ഞു, ടോൺ കുറച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഇതേ വിഷയം. കാരണം അവർ ഉത്തരേന്ത്യയിൽ നിന്ന് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവരുടെ ശ്രദ്ധയും മനസ്സും എല്ലാം പോയി കഴിഞ്ഞു. വെറുപ്പിലേക്ക് നീങ്ങി, ഇല്ലെങ്കിൽ ദ്വേഷബുദ്ധിയിലേക്ക് നീങ്ങി, ഇല്ലെങ്കിൽ എന്താണെന്നറിയില്ല. ഇനി തൊഴവാൻ, ആ ദേവനെ കണ്ട് തൊഴുത് തിരിച്ചു പോകുമ്പോൾ ഈ ഒരു വിഷയം മാത്രമായിരിക്കും മനസ്സിലുണ്ടാകുക. ദേവൻ്റെ വിഗ്രഹമോ ഇല്ലെങ്കിൽ ആ ചൈതന്യമോ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്തയോ ഭക്തിയോ ശ്രദ്ധയോ ഒന്നും ഉണ്ടാവില്ല എന്ന് അത്യധികം വിനയപൂർവ്വം അദ്ദേഹത്തോട് പറയേണ്ടി വന്നു. എന്തുകൊണ്ടെന്നറിയില്ല, അദ്ദേഹം മനസ്സിലാക്കി, അദ്ദേഹം ശരിയാണെന്ന് പറഞ്ഞു. പക്ഷേ എന്നിരുന്നാലും ഇത് ഇവിടെ പറയണമെന്ന് തോന്നി. കാരണം ഇത് ഒരാളല്ലെങ്കിൽ 2 പേർ 3 പേരെങ്കിലും ഈ ഇൻഫർമേഷനെ ഷെയർ ചെയ്യണം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. പല ജില്ലകളിൽ നിന്നും ഭക്തന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഇവിടെയുള്ളവർ വടക്കോട്ട് പോകുന്നു, ക്ഷേത്രങ്ങൾ ദർശിക്കുന്നു. അവിടെയുള്ളവർ തെക്കോട്ട് വരുന്നു, ഇവിടെയുള്ള ക്ഷേത്രങ്ങൾ ദർശിക്കുന്നു. ഇവിടെയുള്ള ജീവനക്കാരുടെ പെരുമാറ്റം ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ആരായാലും ശരി, ക്ഷേത്രത്തിലേക്ക് അവരവരുടെ സങ്കടം പറയുവാനും കഷ്ടതകളെല്ലാം പോകണമെന്ന് പ്രാർത്ഥിക്കുവാനും, എങ്ങനെയെങ്കിലും ഞാൻ ഒന്ന് നന്നാവട്ടെ, ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ചിലർ ജപിക്കുവാൻ വരുന്നു. വേദാന്ത ബുദ്ധിയിലേക്ക് നീങ്ങുവാനായി ജപിക്കണം, നാമജപം ജപിക്കണം. ഇങ്ങനെ പലതരം വിവിധങ്ങളായ ആവശ്യങ്ങളോട് കൂടി ദേവനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് പോരുവാനായിട്ട് വരുന്ന ഭക്തജനങ്ങളെ ദയവ് ചെയ്ത് റിക്വസ്റ്റാണ്, വിനയപൂർവം ടോണൽ ക്വാളിറ്റി ശ്രദ്ധിച്ച്, ആ ടോൺ, നമ്മൾ സംസാരിക്കുന്ന രീതി ശ്രദ്ധിച്ച് പതുക്കെ സംസാരിച്ചാൽ ഏവർക്കും സന്തോഷം നൽകുവാൻ സാധിക്കും എന്നുള്ള ഒരു വസ്തുത, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിൽ എത്തുകയാണെങ്കിൽ, യൂട്യൂബിലൂടെയോ മറ്റോ എത്തുകയാണെങ്കിൽ, ആരെയും വേദനിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്കെല്ലാം ഷെയർ ചെയ്യുക. ഇത് കുറച്ച് പേരെങ്കിലും ഇതിലേക്ക് മുൻകൈയെടുത്ത് നീങ്ങുമ്പോൾ കാലക്രമേണ നമ്മുടെ സമൂഹ മനസ്സ് നന്നാവും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. നമസ്കാരം.